നിങ്ങൾക്ക് അടിക്കടി മൈഗ്രെയിൻ ഉണ്ടാകാറുണ്ടോ എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകമായി നമ്മുടെ ഗട്ട് ബ്രെയിൻ ഹെൽത്ത്, നമ്മുടെ കുടലിന്റെ മോശമായ ആരോഗ്യം, പ്രത്യേകിച്ച് ഗ്ലൂട്ടൻ കാരണമോ പാലുൽപ്പന്നങ്ങൾ കാരണമോ മോശമായ ഒരു ഗട്ടാണ് നമുക്ക് ഉള്ളതെങ്കിൽ അത് നമ്മുടെ തലച്ചോറിന് വീക്കം ഉണ്ടാക്കുകയും തലവേദന ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. പിന്നീടുള്ളത് ഹോർമോണൽ ഇംബാലൻസസ് ആണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ പീരീഡ്സിനോട് മുൻപോ അല്ലെങ്കിൽ അത് കഴിഞ്ഞോ നമുക്ക് തലവേദന ഉണ്ടെങ്കിൽ പ്രൊജസ്ട്രോണിന്റെയോ ഈസ്ട്രോജന്റെയോ വ്യത്യാസം കൊണ്ടാകാം ഉണ്ടാകുന്നത്. ഇതേപോലെ ഉറക്കം ശരിയല്ല അല്ലെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല എങ്കിലും നമുക്ക് തലവേദന ഉണ്ടാകാനുള്ള ഒരു കാര്യമുണ്ട്. ഇതേപോലെ തന്നെ സ്ട്രെസ് കൂടുതലുള്ളവർക്ക് കോർട്ടിസോളിന്റെ വ്യതിയാനം കൊണ്ടും ഈ പ്രശ്നം കാണിച്ചേക്കാം. വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, മഗ്നീഷ്യം കൊണ്ടും അതിന്റെ വ്യത്യാസം കൊണ്ടും നമുക്ക് തലവേദന ഉണ്ടായേക്കാം. ഇനി ഇതിനെല്ലാത്തിനും പുറമെ ടൈരാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ഫെർമെന്റഡ് ഫുഡുകൾ അല്ലെങ്കിൽ വൈൻ, പഴകിയ ചീസ്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് പിടിക്കുന്നില്ലെങ്കിൽ അതുവഴി നമുക്ക് തലവേദന ഉണ്ടായേക്കാം. ഇനി ഇതിനെല്ലാത്തിനും പുറമെ ഓഫീസിലോ വീട്ടിലോ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൂറസെന്റ് ബൾബുകൾ, അതേപോലെ തന്നെ ശക്തമായ ലൈറ്റ്, ശക്തമായ സൗണ്ട്, ശക്തമായ മണങ്ങൾ, ഇതെല്ലാം നമ്മുടെ തലവേദനയെ കൂട്ടുന്നു. അപ്പോൾ മരുന്നിനോടൊപ്പം ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൈഗ്രെയിനിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാകും. താങ്ക്